ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോൾ എടുത്തൊരു വ്ളോഗായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. അതായത് നമുക്കൊരു വലിയ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഷോർട്സ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ ഞാനും കസിൻസും കൂടെ, അതായത് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണിത്. ഞാനും എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളും ഉപ്പാൻ്റെ പെങ്ങൾ മോളും അങ്ങനെ അവരുടെ മക്കളും കൂടെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു പ്ലാൻ തോന്നിയതായിരുന്നു ചുരത്തിലേക്ക് പോകാൻ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചുരവും ബീച്ചും ആണ് കേട്ടോ നമ്മൾ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ബീച്ചിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ചുരത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ചുരത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടപ്പം അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താത്തയെ പോയിട്ട് വാങ്ങിയിട്ട് വന്നത് കേട്ടോ. ഇപ്പോൾ ഈ മാങ്ങ കഴിക്കുമ്പോൾ സോറി ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. ഞാനൊരു വ്ളോഗിന് എടുത്തായിരുന്നു. അപ്പം ഞാൻ ഷോർട്സിലേക്ക് സൂം ചെയ്തപ്പം കുറച്ച് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സൂമായിട്ട് കാണുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ആ മുടി അങ്ങനെ നിൽക്കുന്നത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. എന്തായാലും വേണ്ടില്ല, ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ പിന്നെ നമ്മൾ ഏതാണ്ട് അവിടെ എത്താനായിട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്കൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നല്ലോ. അങ്ങനെ കസിൻസൊക്കെ ആയിട്ട് ഒരു ഡേ ഔട്ടൊക്കെ നടക്കുമ്പോൾ അടിപൊളിയാണ്. നമ്മൾ ഇനിയും കുറച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പോവുകയാണെങ്കിൽ അതിൻ്റെ വ്ളോഗ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ചുരത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ചുരത്തിലേക്ക് കാര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കാടമുട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കാടമുട്ട ഫാനാണ്. കാടമുട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരാൾ കട്ടൻ ചായൻ്റെ ഫാനാണ് കേട്ടോ. എവിടെ പോയാലും കട്ടൻ ചായ മാത്രം. അങ്ങനെ പിന്നെ നമ്മളവിടെ ഇറങ്ങി നമ്മളാദ്യം നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കയറിയിട്ട് ഫുഡും കഴിക്കണമായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു കടയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് അവിടെ തന്നെ കയറി അവിടെ നിന്ന് ചായയും കുടിച്ച് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കടയിൽ പോയിട്ട് കാടമുട്ടയും കഴിച്ച് അങ്ങനെ സെറ്റായിട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ടായിരുന്നു.